നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ മാലയല്ലേ കള്ളം പൊട്ടിച്ചോണ്ട് പോയിന്ന് നീ പറഞ്ഞേ? എങ്കി പിന്നെ ഈ മാല ഇപ്പൊ എവിടെ നിന്നു? കള്ളൻ തിരികെ കൊണ്ടു തന്നു. ഓ, മോഷ്ടിച്ച കള്ളൻ മോഷ്ടിച്ച സാധനം ഉടമസ്ഥനെ തിരികെ കൊണ്ടുവന്ന് തന്നു അല്ലേ? ഓ, കള്ളന്മാരൊക്കെ ഹരിശ്ചന്ദ്രന്മാരാവല്ലേ? മോഷ്ടിച്ച മുതല് തിരികെ കൊടുത്ത് മാതൃകയാവുന്ന കള്ളന്മാരുടെ കാലം. മുഖത്ത് നോക്കി കള്ളം പറയാന്നോ നീ? വിൽക്കാനോ പണയം വെക്കാനോ ആർക്കോ കൊടുത്തിട്ട് കള്ളം കൊണ്ടുപോയി എന്ന് പറയാം. അവരത് തിരിച്ചു തരുമ്പോ കള്ളം തിരിച്ചു തന്നു പറയാം. ഇതൊക്കെ നീ എവിടുന്ന് പഠിച്ചു വച്ചേ? ഇന്ദുമതി, എപ്പോഴും ഞാൻ നിന്നോട് പറയുന്നതാ, ആ കൊച്ചിനോടൊരല്പം ദയ കാണിക്ക. അവള് കള്ളം പറയില്ല, എനിക്കത് ബോധ്യ. നിനക്കും അതറിയാം. എന്നിട്ടും എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് കരയിക്കണം. അതിനാ നിന്റെ ഈ വർത്തമാനം അല്ലേ? അവള് പറഞ്ഞത് സത്യമാണെങ്കിൽ ഇന്നവൾ ആ കള്ളനെ കണ്ടു കാണുമല്ലോ. അവനെതിരായി അവള് പോലീസ് കേസ് കൊടുക്കട്ടെ, അവരവനെ പിടിക്കുമല്ലോ. ഇന്ദുമതി, മാല പറിച്ചവൻ ഒരു കള്ളനായിരിക്കും. അവനെന്തോ ഒരു നല്ല ബുദ്ധി തോന്നിയിട്ടല്ലേ? അല്ലെങ്കിൽ ഒരു സഹതാപം തോന്നിയിട്ടല്ലേ അവനത് തിരിച്ചു കൊടുത്തത്? എന്നിട്ടും അവനെതിരെ പരാതി കൊടുക്കുന്നത് അത് ശരിയല്ല. ആ, ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു കള്ളനില്ലാന്ന്. കള്ളനുണ്ടായിരുന്നെങ്കിൽ അവള് പരാതി കൊടുക്കും. കള്ളനില്ല, അതാ സത്യം. നീ ഇത് ആർക്കെങ്കിലും വിൽക്കാനോ പണയം വെക്കാനോ കൊടുത്തിട്ടില്ലെന്നും നീ കള്ളം പറയില്ലെന്നും എനിക്കറിയാം. ഇന്ദുമതിക്കത് അറിയില്ലല്ലോ. നിന്നെ ഒന്ന് കരയിക്കാനുള്ള അവളുടെ പതിവ് പരിപാടിയല്ലേ ഇത്? എന്റെ കുട്ടി അത് വിചാരിച്ച് കരഞ്ഞു നേരം കളയണ്ട. ആ, അങ്ങനെ വേണം. എന്റെ കുട്ടി ചിരിക്കുന്നത് കാണാനാ എനിക്കിഷ്ടം. ആ, മാല മോഷ്ടിച്ചയാളെ 3 തവണ കണ്ടെന്നോ? അവനെ വെറുക്കാനാവുന്നില്ലെന്നോ? അവൻ പാവാന്നോ? അവന്റെ പിന്നാലെ നീ ഓടിയപ്പോ വീണതിന് അവൻ ക്ഷമ പറഞ്ഞുന്നോ? എങ്കിൽ അവനൊരു നല്ല കള്ളനാണല്ലോ മോളെ, മനുഷ്യത്വമുള്ള കള്ളൻ. ക്ഷമിക്കണം.
അനിയൻ കേശൂട്ടന്റെ പ്രായാണോ ആ കള്ളന്? അവൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഏതാണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കായിരുന്നു അല്ലേ? വിഷമിക്കേണ്ട കുട്ടി, ഈ കള്ളം വന്നതുപോലെ ഏതെങ്കിലും ഒരു ദിവസം എവിടെന്നെങ്കിലും നിന്റെ കേശൂട്ടനും വരും.